നല്ല നമസ്കാരം. ദിനചര്യകളും ആരംഭിക്കുകയാണ്. പണ്ട് നമ്മുടെ നാട്ടിലും സിനിമയിലുമൊക്കെ വരുന്ന ഗുണ്ടകളുടെ പേര് കേട്ടാൽ ചിരി വരുമായിരുന്നു. ചൊക്കർക്കണ്ണൻ ജോസ്, ഒറ്റക്കണ്ണൻ കുട്ടപ്പൻ, ആയിരംപല്ലൻ ഷാജി, ചന്തിതള്ളി സാബു എന്നൊക്കെയായിരുന്നു. ദാമുവും രാമുവും വിക്രമനും മുത്തുവുമൊക്കെ സ്ഥിരം വില്ലന്മാരുമായിരുന്നു. ഇപ്പോൾ കാലം മാറി. വാടകച്ചട്ടമ്പി എന്ന ലോക്കൽ പേര് മാറി കൊട്ടേഷൻ ലീഡർ ആയി. അതുപോലെ പേരിലും മാറ്റം വന്നു. പൾസർ സുനി, കരാട്ടെ വിനോദ്, എന്തല്ലേ ഗ്ലാമർ. പക്ഷേ ഒരു കാര്യത്തിന് മാത്രം മാറ്റമില്ല. ലവന്മാരെല്ലാം അന്നും ഇന്നും കാണിക്കുന്ന തൊട്ടിത്തരങ്ങൾ അതേപടി ഇപ്പോഴും തുടരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ മുക്കിന് ആരാധനാലയങ്ങളുണ്ട്, ജാതിമത സദ്വചനങ്ങളുണ്ട്. അവയ്ക്കൊന്നും ഒരു കുറവില്ല. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്ക് ആൾദൈവങ്ങൾ വരെ അനവധിയുണ്ട്. എന്നിട്ടും ഉടായ്പിനും കുഴുത്തിരുമ്പിനും ഒരു മാറ്റവുമില്ല. ചുരുക്കത്തിൽ ദൈവത്തെ വിറ്റ് പൊട്ടടിക്കുന്ന ഈ നാട്ടിൽ ഇനി എല്ലാം വിധി പോലെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ കുത്തിത്തിരിപ്പുകൾ ഇവിടെ തുടങ്ങുകയാണ്. ഈ പൾസർ സുനിയെ പോലീസ് പിടിച്ച രീതി കണ്ട് വേദനിച്ച ഏക നേതാവ് ഒരുപക്ഷെ BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനംജി മാത്രമായിരിക്കും. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും ചില കുണ്ഠിതങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേരോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ. വശീകരിച്ച് പിടികൂടുന്ന ഒരേർപ്പാടും ഇപ്പോൾ കേരള പോലീസിൻ്റെ മാനുവലിൽ ഇല്ല. അതിനാൽ വേദന കടിച്ചമർത്തു. പക്ഷേ പൾസർ സുനിക്കും കൂട്ടുകാരനും രണ്ട് കാര്യത്തിൽ നീതി കിട്ടിയില്ല. ഒന്ന്, കൊച്ചിയിലെ ഗതാഗത കുരുക്ക് മൂലം കൃത്യസമയത്ത് കോടതിയിലെത്താൻ മേപ്പടിയാൻ പറ്റിയില്ല. മറ്റൊന്ന്, ഉച്ചഭക്ഷണം കഴിക്കാൻ പോയ ജഡ്ജി കൃത്യസമയത്ത് ചേംബറിലും വന്നില്ല. ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അഭിഭാഷകർക്കും പ്രതികരിക്കാവുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് പൾസറിൻ്റെ സർവീസിങ് എവിടെ വരെയെന്ന് ആദ്യം നോക്കാം. കണ്ണിറുക്കും കുട്ടിച്ചാട്ട ഗോപാല 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 ഗോപാല. The court is adjourned. ചേട്ടാ, കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചെന്ന്. എടോ, തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അല്ല, കോടതിയിൽ എത്തും എന്നൊരു സൂചന മേലുദ്യോഗസ്ഥരുടെ ഇതിൽ നിന്ന് കൃത്യമായിട്ടുണ്ടായിരുന്നു. കോടതിയിൽ വന്നു കഴിഞ്ഞാൽ പിടിക്കണം എന്നൊരു കൃത്യമായ നിർദ്ദേശമാണ് മേലുദ്യോഗസ്ഥരുടെ ഡയറക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മഫ്റ്റി പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ടീ പ്രതി അകത്ത് കയറി ആ സമയം തന്നെ വിവരം കിട്ടിയ ഉടനെ തന്നെ പോലീസ് ഞങ്ങൾ അവിടെ എത്തി. കോളനിയിൽ കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞാൽ അച്ചിര ചടങ്ങ്. കോളനിന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. ഹരഹര തീവ്രം വീക്ഷണം ഘനഘനനാദേ ഭാഷണം ബഹുവിധ കർമ്മം ആത്മനിഷ്ഠം കൽപ്പിതം. ഹരഹര തീവ്രം വീക്ഷണം അരസവിഹീനം സ്ഥാപിതം അതിബലഗാത്രം സൂക്ഷ്മനേത്രം സത്യയുക്തം സർവദാ സുസന്നദ്ധം സുരക്ഷാർത്ഥം സുസന്നദ്ധം സുരക്ഷാർത്ഥം. ക്ഷിതിക്ഷേമകാരം ചൗരികം പ്രശമന ചതുരം പ്രണേരാ
തീർച്ചയായിട്ടും കേരള പോലീസിന് ഏറ്റവും അഭിമാനകരമായ നേട്ടം തന്നെയാണ് നമുക്ക് എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനായി എന്നുള്ളത്. അപ്പോൾ ആ അറസ്റ്റിന് ശേഷം ഞങ്ങൾ വളരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഹര ഹര തീവ്രം വീക്ഷണം ഘനഘനനാദേ ഭാഷണം ബഹുവിധ കർമ്മം ആത്മനിഷ്ഠം കൽപ്പിതം. ഹര ഹര തീവ്രം വീക്ഷണം മനസവിഹീനം സ്ഥാപിതം അതിബലഗാത്രം സൂക്ഷ്മനേത്രം സത്യയുക്തം സർവദാ സുസന്നദ്ധം സുരക്ഷാർത്ഥം സുസന്നദ്ധം സുരക്ഷാർത്ഥം. ഇതിൽ പറയണ്ട ശരിയായിക്കൊന്ന് കഴിയട്ടെ. ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് തന്നെ വരും. കുടിക്കിയതാണോ അല്ലല്ല വരും. എന്തെങ്കിലും പറയൂ പ്ലീസ്. സുസന്നദ്ധം സുരക്ഷാർത്ഥം സുസന്നദ്ധം സുരക്ഷാർത്ഥം. ഫിഷ് ടാങ്കിൽ കിടക്കുന്ന മത്സ്യത്തെ ചൂണ്ടയിട്ട് പിടിക്കുന്ന പോലെ ആയിരുന്നുവെങ്കിലും കേരള പോലീസ് പൾസറിനെ കോടതി മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാനം രക്ഷിച്ചു. ഇതറിഞ്ഞ 2 പോലീസ് ഡോഗുകൾ കേരള പോലീസിന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഈ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുവാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മാർക്കണ്ഡേയ കഡ്ജു. അതും അഖിലേന്ത്യാ പ്രസിഡന്റായി ചുമതലയേറ്റ് മുണ്ടിൻ്റെ കര അങ്ങോട്ട് പിടിച്ചിട്ടതേയുള്ളൂ നമ്മുടെ കോഴിക്കോട്ടുകാരൻ മുഹമ്മദ് റിയാസ്. പാവം റിയാസിനോട് തന്നെ കഡ്ജു ചോദിക്കുന്നു, മോനെ എന്തുവാ ഈ ഡിവൈഎഫ്ഐ എന്ന്? അതും സംഘടനയുടെ പ്രധാന പരിപാടിയായ വനിതാ സംരക്ഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ ചെന്നപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. എൻ്റെ പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്നാകും റിയാസിനെ കഡ്ജുവിനെ കാണുമ്പോൾ ഓർക്കുക. അത്രയ്ക്ക് കടുത്തുപോയി. അല്ല, MVRൻ്റെ കാലം കഴിഞ്ഞതോടെ ഡിവൈഎഫ്ഐ ഇപ്പോൾ ആരെയും വഴി പോലും തടയാൻ പോകാറില്ല. പിന്നെങ്ങനെ എല്ലാവരും ഈ സംഘടനയെക്കുറിച്ച് അറിയും? സാരമില്ല മുഹമ്മദേ, പോട്ടെ. Actually, we came here for covering that DYFI even. You're covering? DYFI. They are. What is that? Democratic Youth Federation of India. Oh, I don't know. No. ചെങ്കോടി കൈയിലെടുത്തവനൊന്നും സങ്കടമിനിയൊരു കയമല്ല, തീയിൽ നിന്ന് കുരുത്തവനല്ലേ വെയിലേറ്റെന്നാൽ വാടില്ല. They sent a message to us. A DYFI online campaign to ensure safety of women employees in the IT sector will be inaugurated by Justice Markandeya Kajju at 4:45 p.m. today at his residence. Also, I can say that I condemn this heinous act and appropriate action should be taken. They will come. They are going to start a campaign. The DYFI. The DYFI, the organization. Against the youth organization. ഏകാന്തതയുടെ അപാരതീരം ഏകാന്തതയുടെ അപാരതീരം. İnkılap Zindabad! İnkılap Zindabad!